പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യല്, അതും സമ്മർ സ്പെഷ്യലാണ്. അതായത് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഫേഷ്യലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കേർഡ്, തൈരാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേർഡ് എന്ന് പറയുന്നത്, തൈര് എന്ന് പറയുന്നത്. അപ്പൊ തൈര് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ നോക്കാം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് എന്റെ ഫേസിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഉണ്ട്. ഞാനൊരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫേസിൽ മേക്കപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം അത് റിമൂവ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യണം. നല്ലോണം വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഫേഷ്യലിന്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാവും. അല്ലെങ്കിൽ ഫേഷ്യലിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ എന്റെ മുഖത്ത് മേക്കപ്പ് ഉള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നല്ലോണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ക്ലെൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിൽ ക്ലെൻസിങ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇതിപ്പം കേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ കേർഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് കേർഡാണ്. അപ്പൊ നിങ്ങൾക്കും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കേർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്ലെൻസർ ആണ് തൈര്. ഇവിടെ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഓയിൽ ആയതുകൊണ്ട്, പിന്നെ നല്ലൊരു ക്ലെൻസർ ആണ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓയിൽ ക്ലെൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലാണ്. ഒരു കോട്ടണിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതുകൊണ്ട് ഫേസ് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഓയിൽ ക്ലെൻസിങ്. ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ബെയർ ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസിങ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് ഓയിൽ എടുത്തിട്ട് 1-2 ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് നല്ലോണം കയ്യിൽ, ഞാൻ മെത്തേഡ് കാണിച്ചു തരാം. കയ്യിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് മുഖത്തെ എല്ലാ ഭാഗത്തും അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു കോട്ടൺ കൊണ്ട് വൈപ്പ് ഓഫ് ചെയ്യാം. കണ്ട ഇപ്പൊ മേക്കപ്പ് ഒക്കെ പോരുന്നുണ്ടില്ലേ, ഈ കോട്ടണില് കാണാൻ പറ്റും. കണ്ട, നല്ലൊരു ക്ലെൻസർ ആണ്. ഓയിൽ നല്ലൊരു ക്ലെൻസർ ആണ്. ഞാൻ ബദാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബദാം ഓയിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഒക്കെ ബദാം ഓയിൽ കുറയ്ക്കും. ബാക്കി ഓയിലിനെ അപേക്ഷിച്ച് ഇത് കുറയ്ക്കും. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആൽമണ്ട് ഓയിലാണ് നല്ലൊരു ക്ലെൻസറിനാണ്. കോട്ടൺ മാറ്റി കൊടുക്കുക കേട്ടോ. സെയിം കോട്ടൺ തന്നെ ഉപയോഗിക്കണ്ട. ഈ മൈക്രോ ഫൈബർ ടൗണിൽ കയ്യിലുണ്ടെങ്കിലും അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം. അപ്പോഴും ഈ കോട്ടൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അഴുക്ക് പുറത്തേക്ക് പോരും പെട്ടെന്ന്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മസൂർ ദാലും കേർഡുമാണ്. മസൂർ ദാലിന്റെ പൗഡർ ഇങ്ങനെ ഇരിക്കും. മസൂർ ദാൽ പൗഡറും കേർഡും ആണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഈ മസൂർ ദാൽ പൗഡർ നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ സ്ക്രബ് ചെയ്താൽ തന്നെ ഇത് ബെസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഫേഷ്യൽ ഉദ്ദേശിക്കുന്നത് ടാൻ റിമൂവ് ചെയ്യാന്നുള്ളതും കൂടിയാണ്. ഈസി ആയിട്ട് ടാൻ റിമൂവ് ചെയ്യാന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേർഡ് ആണ്.
അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് കേർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അഡീഷണൽ ബെനിഫിറ്റ് അതിന് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേർഡും മസൂർ ദാൽ പൗഡറും യൂസ് ചെയ്യുന്നത്. കുറച്ച് മസൂർ ദാൽ പൗഡർ എടുത്ത് അതിലേക്ക് 1 സ്പൂൺ കേർഡ് ആഡ് ചെയ്തു. ഇത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് മസൂർ ദാലും കേർഡും ആണ്. നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസ് നല്ലോണം സ്ക്രബ് ചെയ്യാം. ഒരു 2 to 3 മിനിറ്റ്സ് ഒക്കെ ജെന്റ്ലി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. 2 to 3 മിനിറ്റ്സ് ഒക്കെ സ്ക്രബ് ചെയ്യാം. അതായത് അതിന് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ അതിനൊരു മസാജിങ്ങിന്റെ എഫക്റ്റും കൂടെ കിട്ടും ഫേസിന്. നല്ലോണം ചെയ്യാം. ജെന്റ്ലി വേണം, സ്ലോലി വേണം. പിന്നെ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇത് ഏകദേശം ഡ്രൈ ആയ പോലെ ഉണ്ട്. വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഇത് നല്ലോണം വാഷ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് ഇതിപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐസ് ക്യൂബിൽ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് അതിൽ കൈ മുക്കി വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. കുറച്ചുകൂടി നമുക്ക് ആ എന്താ പറയുക പോസിനെയൊക്കെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഇതിന്റെ മേലെ തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ചെയ്യുന്ന ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ എനിക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. അതായത് ഇത് പുരട്ടി വെച്ചിട്ട് അതിനുശേഷം ഇതിന്റെ മേലെ തന്നെ ആ തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് മസാജ് ചെയ്തെടുക്കുക. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. നമ്മളെപ്പോഴും ഫേസ് കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. അതായത് നമ്മൾ ടൗൽ കൊണ്ട് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഒപ്പി എടുക്കാനേ പാടുള്ളൂ വെള്ളം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് സ്റ്റീം ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റീമർ യൂസ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യാം. അതല്ലെങ്കിൽ മിക്കവാറും നമ്മൾ ഈ ഫേഷ്യൽ വീട്ടിലിരുന്നിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്റ്റീമർ വേണ്ട. അതിന് നല്ലോണം വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ ഒരു ടവല് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ആ ഒരു മെത്തേഡ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് മാസ്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ സ്കിന്നിലേക്ക് ആ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അബ്സോർബ് ആവണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലോണം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് മുമ്പായിട്ട് സ്റ്റീം ചെയ്യുന്നത്. മുഖം പൊള്ളാതെ നോക്കണം. ഒരുപാട് ചൂടൊന്നും വേണ്ട, ഇളം ചൂടുവെള്ളം മതി. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആരും തട്ടിമറിച്ചൊന്നും കളയരുത്. എല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതാ എന്റെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ട്. ഞാനിപ്പോ തട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ എടുത്തത്. നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങളൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. മേലൊന്നും വീഴിക്കാതെ പതുക്കെ അതിൽ ഈ ടവല് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നല്ലോണം ടാൻ ആയിരിക്കുന്ന ഒരു ഫേസിലാണ് നമ്മളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കേട് അത്രയും നല്ലതാണ്. നിങ്ങൾ ഒന്നും പറ്റിയില്ലെങ്കിൽ വെറുതെ പുറത്ത് പോയിട്ട് വരുമ്പോ വെയിലത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കേടെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പൊ തന്നെ ടാനൊക്കെ റിമൂവ് ആവും. ടാൻ വരാതിരിക്കാനും നല്ലതാണ്. അപ്പൊ നമ്മളിപ്പോ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മാസ്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മാസ്ക് ബേസിൻ പൗഡർ, കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാസ്ക് ആണ്. ജസ്റ്റ് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ എത്ര എളുപ്പമാക്കാൻ പറ്റും അത്ര എളുപ്പമാക്കാൻ നോക്കുകയാണ്. എന്നാലേ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാസ്ക് ആണ് ഉണ്ടാക്കുന്നത്. തൈരും ബേസിൻ പൗഡർ, കടലമാവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാസ്ക് ആണ്. ഇത് 2 മതി. ഇപ്പൊ എന്റെ കയ്യില് കടലമാവ് ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കടലമാവുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്യാണ്.
അതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യും. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ലെമൺ ഒക്കെ ആഡ് ചെയ്ത് ലെമൺ ഹണി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ബെസ്റ്റ് ആണ്. ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മാസ്ക്. ഇപ്പൊ തൈര് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അതായത് തൈരിനോട് അലർജി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. അതാണ് തക്കാളി നീരും ഹണി തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോഴും ടാൻ റിമൂവ് ആവും. ഇനി ഇത് ഡ്രൈ ആയ ശേഷം വാഷ് ചെയ്യാം. ഞാൻ മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞു, നല്ലോണം കഴുകി കളഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ഒരു 5 minutes ഒന്നും വേണ്ട, ഒരു 3 minutes തന്നെ അത് ഡ്രൈ ആവും. പിന്നെ ഒരുപാട് വലിഞ്ഞു മുറുകാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല. അതിന് മുമ്പ് തന്നെ വാഷ് ചെയ്ത് കളയാം. ഞാൻ വലിഞ്ഞു മുറുകി പെയിൻ ആവുന്ന അത്രയും നേരം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ കഴുകി കളയാം. പിന്നെ ഇത് കുറച്ച് ഡ്രൈയിങ് ആണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കേടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും ഈ കടലമാവൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തക്കാളി നീരെടുത്തിട്ട് തക്കാളി നീരും തേനും കൂടെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. അത് തന്നെ മതി, അത് ബെസ്റ്റ് ആണ്. ഈ മാസ്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവര് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൂടി ഉണ്ടായിരിക്കും. സ്കിന്നിന് നല്ലതാണ്. ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ്. മൈൽഡ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. വാഷ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ടോണർ അപ്ലൈ ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ടോണർ ആണെങ്കിലും അത് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടർ ആണ്. നോർമൽ റോസ് വാട്ടർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ടോണർ അബ്സോർബ് ആയ ശേഷം, അതായത് ടോണർ മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി വലിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പം അലോവേര ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ നോർമലി ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഈ ചെയ്യാറില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ, അത് ഡ്രൈയിങ് ഒക്കെ ആയിട്ടുള്ള മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ നോർമലി അലോവേര ആണ് യൂസ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേറെ നല്ല മോയ്സ്ചറൈസേഴ്സ് കിട്ടും, അവൈലബിൾ ആണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ അധികം ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫേഷ്യൽ ആണ് ഇപ്പോൾ കാണിച്ചത്. തൈര് ഏറ്റവും നല്ലൊരു കാര്യമാണ് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്രയൊന്നും സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഡെയിലി പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് മോരാണ് ഇടുന്നുണ്ടെങ്കിൽ മോരോ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ നല്ല എവിടെ ടാൻ ഉണ്ടെങ്കിലും അവിടെ അത് അപ്ലൈ ചെയ്യാം. അത് ഡ്രൈ ആയ ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പൊ തന്നെ ഈ ടാനിങ് വളരെയധികം കുറയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ സമ്മറിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഫേഷ്യലാണ് ഇത്. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേഷ്യൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.